അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിൻ്റെ 5-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു നമ്മുടെ നോമ്പുകളും മറ്റ് ഇബാദത്തുകളുമൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഈ റമദാനായി കഴിഞ്ഞാൽ ഈ മഴക്കാലങ്ങളിൽ ഇറങ്ങുന്ന തവളകളെപ്പോലെ അല്ലെങ്കിൽ ഈയാമ്പാറ്റകളെപ്പോലെ, ഇവിടൊക്കെ ഇപ്പോൾ എന്താ പറയുക, മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക നടത്തില്ല, മഴ സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈയാമ്പാറ്റകൾ എന്ത് ചെയ്യും, ഇറങ്ങും. എന്നതുപോലെ ഒരു വിഭാഗം ആൾക്കാർ തറാവീഹ് 20 പറ്റൂല, ഞങ്ങൾക്ക് 10, 11 പറ്റുള്ളൂ എന്നും പറഞ്ഞ് മുദ്രാവാക്യവുമായി അവരിങ്ങനെ രംഗത്ത് വരും. അവരിങ്ങനെ പല മുക്കിലും മൂലയിലും ഒക്കെ ഇങ്ങനെ മാറി നിന്ന് 20 പറ്റൂല, 11 പറ്റുള്ളൂ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 11 പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാലം എത്രയോ ആയി ഇതിനെ സംബന്ധിച്ച് ശക്തമായ വിവരണം നമ്മുടെ പണ്ഡിതന്മാർ നൽകുന്നു. ഇതൊന്നും അവർ കേൾക്കുന്നോ കൂട്ടാക്കുന്നോ ഇല്ല. അപ്പോഴും അവർ 20 അല്ല 11 എന്നാണ് അവർ വാദിക്കുന്നത്. പിന്നെ കാലഘട്ടം ഇങ്ങനെ മാറും തോറും മടിയന്മാരായ കുറേ ആൾക്കാരൊക്കെ രംഗത്ത് വരുമല്ലോ. അവർക്ക് എണ്ണം ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ്. പിന്നെ കൂട്ടത്തിൽ പെട്ടെന്ന് സ്പീഡിൽ നിസ്കരിച്ച് പോകുന്നവരൊക്കെ ഉള്ള ഭാഗം ഏതാണ്? പെട്ടെന്ന് തറാവിയൊക്കെ 15 മിനിറ്റും 20 മിനിറ്റ് കൊണ്ട് കഴിയുന്ന സ്ഥലങ്ങൾ അതന്വേഷിച്ച് നടക്കുന്നവരുമുണ്ട്. അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, 11 അതാ ശരി എന്നും പറഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അംഗീകരിക്കും. ഏതായാലും ഒരു വിദ്വാൻ, ആരാണ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു മുജാഹിദ് മൗലവിയാണ്, അദ്ദേഹം സഹീഹുൽ ബുഖാരി വലിയൊരു കാര്യം പോലെ ഇത്രയും കാലമായിട്ട് ആരും കാണാത്ത വലിയൊരു തെളിവ്, റമദാൻ 11 റക്അത്തിന്റെ ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കതിന് മറുപടി പറയാം. തറാവിയെ നമസ്കരിച്ചിട്ടുള്ളത് എന്ന് ഇമാം ബുഖാരിയുടെ സഹീഹിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ആദരിക്കുന്ന ഏറ്റവും അതിമഹത്തായ ഗ്രന്ഥം എന്ന നിലക്ക് അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല സഹീഹുൽ ബുഖാരി എന്ന് മുസ്ലിം ലോകം പ്രഖ്യാപിക്കുകയാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹീഹായത് ബുഖാരി എന്ന്. ഈ ബുഖാരിയിൽ തറാവീഹ് എന്ത് പറയുന്നു? തറാവീന്റെ റക്അത്തുകളുടെ എണ്ണം നമുക്ക് പരിശോധിക്കാം. ഇത് ബുഖാരിയുടെ കിതാബു തറാവി സലാത്തു തറാവീഹ് എന്ന അധ്യായമാണ്. കിതാബ് സലാത്തു തറാവീഹ് ഇമാം ബുഖാരി കൊടുക്കുകയാണ്. ഈ കിതാബ് സലാത്തു തറാവീഹ് എന്ന അധ്യായത്തിൽ 2012 നമ്പർ ഹദീസിൽ ഇമാം ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നമസ്കരിച്ചതിന്റെ എണ്ണം പറയുന്നുണ്ട്. ഇതിൽ ഇതാ പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് റസൂലുള്ളാഹി എത്രയാണ് നമസ്കരിച്ചത് എന്ന്. ഇതാ, മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്ന്. ഈ പറയുന്നത് തറാവീന്റെ കിതാബ് സലാത്തു തറാവീഹ്, തറാവി നമസ്കാരത്തിന്റെ അധ്യായം എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ അതിന്റെ റക്അത്തുകളുടെ എണ്ണം പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബുഖാരിയിൽ 11 റക്അത്ത് തറാവി പ്രവാചകൻ നമസ്കരിച്ചു എന്നാണ്. അപ്പൊ ഈ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞത് സ്വീകരിക്കണമോ, അതല്ല ഏതെങ്കിലും പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് സ്വീകരിക്കണമോ? ആള് കൊണ്ടുവന്ന തെളിവ്, ആള് പറഞ്ഞതിൽ തന്നെ, ആ ഇബാറത്തിൽ തന്നെ വ്യക്തമല്ലേ അത് റമളാനിലെ തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ചല്ല എന്ന്. ഏതും ആകട്ടെ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ വെള്ളി നക്ഷത്രമാണ്. ബഹുമാനപ്പെട്ട ബുഖാരി റളിയല്ലാഹു അൻഹു, മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനാണ്. ശാഫിഈ മദ്ഹബിലാകട്ടെ 20 റക്അത്താണ് തറാവീഹ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ ഷാഫി ഇമാമിൻ്റെ ഉദ്ധരണി ഞാൻ വായിക്കും. ഇനി ബുഖാരി ഇമാം ഷാഫിഈ മദ്ഹബുകാരനാണെന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തു ഷാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനാണെന്ന്. അതുമാത്രമല്ല, മഹാനായ അഹ്മദുൽ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഇർഷാദ് സാരിയുടെ ആമുഖത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനാണെന്ന്. അതുകൊണ്ട് തന്നെ ശാഫിഈ വക്താവായ മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായവും നിലപാടും 20 റക്അത്താണ് തറാവീഹ് എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട്, മഹാനവറുകളോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി, തറാവീഹുമായി ബന്ധപ്പെട്ട റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനു മറുപടി കൊടുക്കുന്നത് കാണാം. വഅഹബ്ബു ഇലയ്യ 20 റക്അ വകദാലിക യഖൂമൂന ബിമക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 20 റക്അത്താണ്, തറാവീഹ് 20 റക്അത്താണ്. ആരാ പറയുന്നത്? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇപ്രകാരമാണ് മക്കയിൽ ജനങ്ങൾ നിർവഹിച്ചു പോകുന്നത് എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. രണ്ടാം ഷാഫി, മുസ്ലിം ലോകത്ത് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൻ്റെ 4-ാം വാല്യം 32-ാമത്തെ പേജിൽ കാണാം, മദ്ഹബുന അന്നഹ 20 റക്അത്തിൻ ബി10 തസ്ലീമാത്ത്. നമ്മുടെ മദ്ഹബ്, നമ്മുടെ മദ്ഹബ് ഏതാ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ, ബുഖാരി ഇമാം അംഗീകരിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ്. ബുഖാരി ഇമാമൊക്കെ നമ്മുടെ മദ്ഹബാണ്. 20 റക്അത്താണ്, 10 സലാം വീട്ടലോടുകൂടി 20 റക്അത്താണ് തറാവീഹ് എന്ന് രണ്ടാം ഷാഫിഈയായി അറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ കിതാബുൽ കുന എന്ന് പറയുന്നൊരു ഗ്രന്ഥം ഉണ്ട്. അതിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബുൽ ഹലീഫുൽ ജുഅഫി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നത് കാണാം. കാന സുവൈദ് ബിൻ ഗഫ്ല യഉമ്മുനാ ഫീ റമളാന 20 റക്അ. കണ്ടോ, ബഹുമാനപ്പെട്ട സുവൈദ് ബിൻ ഗഫ്ല റളിയല്ലാഹു അൻഹു റമളാനിൽ ഞങ്ങൾക്ക് ഇമാം നിൽക്കുമായിരുന്നു 20 റക്അത്ത്. ഇത് മഹാനായ അബുൽ ഖലീബുൽ ജുഅഫി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ചതായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ കുനയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ എത്ര 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 തെളിവുകളാണ് ഉള്ളത്. അത് ഇജ്മാഇന്റെ ലോകം അത് അംഗീകരിച്ചതല്ലേ, സ്വഹാബത്ത് അംഗീകരിച്ചതല്ലേ, 4 മദ്ഹബിലും എന്താണ് അത് അംഗീകരിച്ചതല്ലേ. പിന്നെന്തേ ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇത്ര പ്രയാസം? അല്ലെങ്കിലും അവരങ്ങനാണ്. സുബഹിക്ക് ബാങ്ക് താമസിച്ച്, മഗ്രിബിന് ബാങ്ക് നേരത്തെ, ഇങ്ങനെയൊക്കെ കുറേ പ്രക്രിയകളൊക്കെ അവർക്കുണ്ട്. ഏതായാലും പരിശുദ്ധമായ റമളാനു ഷരീഫ് അത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മളെയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.